നമസ്കാരം. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുമെന്ന പ്രഖ്യാപനത്തോടുകൂടി അധികാരമേറ്റ പുതിയ UDF സർക്കാർ തങ്ങളുടെ ഭരണരംഗത്ത് വിപ്ലവകരവും അതോടൊപ്പം തന്നെ ജനക്ഷേമകരവുമായിട്ടുള്ള ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേവലം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പുരോഗതിയും അതോടൊപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കവും ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണ സംവിധാനമാണ് പുതിയ സർക്കാർ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഈ ജനകീയ മുന്നേറ്റത്തിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തെ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടുള്ള നിശ്ചലാവസ്ഥകളിൽ നിന്നുമൊക്കെ തന്നെ മോചിപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നടത്തുന്ന ഇടപെടലുകൾ സമാനതകൾ ഇല്ലാത്തതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജനങ്ങളുടെ നികുതി പണം പൂർണ്ണമായിട്ടും കൃത്യതയോടുകൂടി വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും കാലങ്ങളായിട്ട് സംസ്ഥാനത്ത് തുടർന്നു പോകുന്ന തെറ്റായിട്ടുള്ള ഭരണരീതികളെയും അതോടൊപ്പം തന്നെ ധൂർത്തുകളെയും ഒക്കെ തന്നെ ധീരമായിട്ട് തിരുത്താനും അദ്ദേഹം കാണിക്കുന്ന ആർജവം അത് കേരളത്തിൽ പുതിയൊരു ഭരണ സംസ്കാരത്തിന് അടിത്തറയിടുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവ് ചോർത്തുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിലും കാലങ്ങളായിട്ട് ഇവിടെ തുറന്നു പോന്നിരുന്ന ഏറ്റവും വലിയ ഒരു ലോട്ടറി സംവിധാനത്തിന് ഒടുവിൽ പൂട്ടിടാനായിട്ട് പുതിയ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന അതീവ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കാനുള്ള മിനിമം സർവീസ് കാലാവധി അത് 2 വർഷത്തിൽ നിന്നും 4 വർഷമായിട്ട് ഉയർത്തിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ കടുത്ത ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഒരു മന്ത്രിസഭയുടെ ഭൂരിഭാഗം കാലവും പൂർണ്ണമായി വിശ്വസ്തയോടെ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രം ഈ പെൻഷൻ നൽകിയാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ ഈ ഒരു കടുപ്പമേറിയ തീരുമാനം അത് രാഷ്ട്രീയ ചൂഷണങ്ങൾക്ക് വലിയ തോതിലാണ് ഇപ്പോൾ തടയിടുന്നത്. മുൻകാലങ്ങളിൽ 2 വർഷവും 1 ദിവസവും മാത്രം സർവീസ് പൂർത്തിയാക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പോലും ആജീവനാന്ത പെൻഷൻ അത് ഉറപ്പാക്കുന്ന വിചിത്രമായിട്ടുള്ള രീതിയായിരുന്നു സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത്. ഇത് ലക്ഷ്യമിട്ട് 5 വർഷത്തെ ഭരണകാലയളവിനുള്ളിൽ ഒന്നിലധികം ബാച്ച് ആളുകളെ മാറി മാറി പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് നിയമിക്കുകയും അവർക്കെല്ലാം പൊതുഖജനാവിൽ നിന്ന് പെൻഷൻ ഇനത്തിൽ തന്നെ വലിയ തുകകൾ വകമാറ്റി നൽകുകയും ചെയ്യുന്ന വലിയൊരു രാഷ്ട്രീയ വെട്ടിപ്പാണ് ഇവിടെ കാലങ്ങളായിട്ട് നടന്നിരുന്നത്. എന്നാൽ ഈ ഒരു പ്രവണതയ്ക്കാണ് ഇപ്പോൾ പുതിയ കടുത്ത തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായ അറുതി വരുത്തിയിരിക്കുന്നത്. മന്ത്രിമാർ സ്വന്തം താല്പര്യപ്രകാരം നിയമിക്കുന്ന ഇത്തരം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സർക്കാർ ശമ്പളവും ആജീവനാന്ത പെൻഷനും നൽകുന്ന വിചിത്രമായിട്ടുള്ള ശൈലി ഇന്ത്യയിലാകെ പരിശോധിച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യം ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിലോ രാജ്യത്തെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലോ ഇല്ലാത്ത ഇത്തരം വലിയ ആഡംബരങ്ങൾക്കെതിരെ മുൻപ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോലും കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലുമൊക്കെ തന്നെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം അത് രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ ശിങ്കിടികളുടെയും ഒക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പലപ്പോഴായിട്ട് പൊതുസമൂഹത്തിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. കേന്ദ്രത്തിലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് വരുന്നത് ഒന്നുകിൽ കൃത്യമായ യോഗ്യതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ ഭരണകാലയളവിന് ശേഷം യാതൊരുവിധ പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത താൽക്കാലിക ജീവനക്കാരോ ആണ്. എന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർമാരെയും അനുഭാവികളെയും ഒക്കെ തന്നെ തിരഞ്ഞുപിടിച്ച് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ തന്നെ ആക്കുകയും കേവലം 2 വർഷത്തെ തട്ടിക്കൂട്ട് സേവനം കൊണ്ട് അവർക്ക് ആജീവനാന്ത പെൻഷൻ അത് ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതി പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ഈ ഒരു ആഡംബര ഭരണരീതി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടും മുൻകാല സർക്കാരുകൾ ഇത് തിരുത്താനായിട്ട് തയ്യാറായിരുന്നില്ല. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ യോഗ്യത കാലാവധി 4 വർഷമായിട്ട് ഉയർത്തിയതോടുകൂടി രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ആളുകളെ മാറി മാറി നിയമിക്കുന്ന രീതിക്ക് സ്വാഭാവികമായിട്ടും ഇനി അറുതിയാകും. ഒരു മന്ത്രിസഭയുടെ ആകെ കാലാവധി 5 വർഷമാണെന്നിരിക്കെ പെൻഷൻ ലഭിക്കാൻ 4 വർഷം കാലാവധി പൂർത്തിയാക്കണമെന്ന കർശന നിബന്ധന വരുന്നതോടുകൂടി ഒരു മന്ത്രിക്ക് തൻ്റെ ഭരണകാലയളവിൽ പരമാവധി 1 ബാച്ച് പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമേ നിയമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ തന്നെ എണ്ണത്തിൽ ഭാവിയിൽ വലിയ കുറവ് വരുത്തുകയും സംസ്ഥാന ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്ന് തെളിയിക്കാൻ ഈ സുപ്രധാന തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശന് സാധിച്ചിട്ടുണ്ട്. അതേസമയം ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ നിലവിലെ പുതിയ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ 4 വർഷത്തിൽ താഴെ സർവീസ് അനുഷ്ഠിച്ച് ഇതിനകം തന്നെ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മുൻകാല ജീവനക്കാരുടെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ അത് പുതിയ സർക്കാർ തടയില്ല. എന്നാൽ ഇനി വരുന്ന പുതിയ നിയമനങ്ങളിലൊക്കെ തന്നെ യാതൊരുവിധ വെട്ടിപ്പും അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു കർശനമായിട്ടുള്ള കടുത്ത നിലപാട് ബ്യൂറോക്രസിയുടെയും
പൊതുസമൂഹത്തിൻ്റെയും വലിയ കയ്യടിയാണ് ഇപ്പോൾ നേടുന്നത്. സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇറക്കാനും കേരളയിൽ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുടെയൊക്കെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങളൊക്കെ തന്നെ ഉടൻ റദ്ദാക്കാനും തയ്യാറെടുക്കുന്ന പുതിയ സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ചുവടുവയ്പ്പാണ് ഈ ഒരു പെൻഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. വികസന പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പണം തികയാതെ സർക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെയും അതോടൊപ്പം തന്നെ അനുഭാവികളെയും വഴിവിട്ട് സഹായിക്കുന്ന രീതിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഇവിടെ നേരിട്ട് തടയിട്ടത് UDF മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾക്കും ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. CPM ഭരിച്ചിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലവും ഈ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ തട്ടിപ്പിനെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ നിയമസഭയ്ക്കുള്ളിലും തെരുവിലുമൊക്കെ തന്നെ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ജനങ്ങൾക്ക് നൽകിയ ആ ഒരു വലിയ വാഗ്ദാനം തങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി പാലിക്കാനായിട്ട് കഴിഞ്ഞത് വി ഡി സതീശൻ സർക്കാരിൻ്റെ പ്രതിച്ഛായ പൊതുജന മധ്യത്തിൽ ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. നികുതിദായകരുടെ പണം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് വിനിയോഗിക്കുന്ന പഴയ രീതികൾക്ക് അറുതി വരുത്തുന്ന ഈ ഒരു നീക്കം അതാകട്ടെ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന സൂചനകളാണ് ധനവകുപ്പിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. രാഷ്ട്രീയ അധിഷ്ഠിതത്വത്തെക്കാൾ ഉപരിയായിട്ട് സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പിനാണ് മുൻഗണനയെന്ന് വ്യക്തമാകുന്നതിലൂടെ വരും തലമുറയ്ക്ക് കൂടിയുള്ള കരുതലാണ് പുതിയ ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും കോടതികളുടെ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഒരു പുതിയ പരിഷ്കാരം പ്രതിപക്ഷ കക്ഷികളെ പോലും പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. ദീർഘകാലമായിട്ട് തുടരുന്ന ദൂർത്തുകൾ ഓരോന്നായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തെ വികസനത്തിൻ്റെ പുതിയൊരു പാതയിലേക്ക് നയിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.